കാരണം സ്ത്രീകളുടെ ശരീരമാണ് ഒത്തിരി മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത്. എല്ലുകളുടെയും പേശികളുടെയും സന്ധികളുടെയൊക്കെ ഒരു ആരോഗ്യം വർദ്ധിച്ച്. നമസ്കാരം, സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ്. സ്ത്രീകൾക്കല്ല, പുരുഷന്മാർക്കും ഉപയോഗപ്പെടും. പക്ഷേ കൂടുതലും സന്ധിവേദന പോലുള്ള പ്രശ്നങ്ങൾ സ്ത്രീകൾക്കാണ് കണ്ടുവരുന്നത്. കാരണം സ്ത്രീകളുടെ ശരീരമാണ് ഒത്തിരി മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത്. ഡെലിവറി, മെനോപോസ്, ഹോർമോൺ ഇംബാലൻസ്, ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ സ്ത്രീ ശരീരം വിധേയമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കാണാം, അതുപോലെ ബോൺ ഡെൻസിറ്റി കുറഞ്ഞു വരും, അങ്ങനെ ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള അസുഖങ്ങളുണ്ടാകും. അതൊക്കെ അസുഖം എന്ന് പറയാൻ പറ്റില്ല, ബോഡിയുടെ ഒരു കണ്ടീഷനാണ്. എല്ലുകളുടെ ഒരു സ്ട്രെങ്ത് കുറയുക, ബോൺ ഡെൻസിറ്റി കുറയുക. അതുപോലെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാണും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ സന്ധികളുടെ വേദന മിക്ക സ്ത്രീകളും നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഒരു 50 വയസ്സ്, 55, 60 കഴിയുമ്പോൾ മിക്കവർക്കും ഇത് കലശലായ ഒരു വിഷയമാണ്. അപ്പം ഒരു മുദ്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. മുദ്രയുടെ പേര് സന്ധി മുദ്ര എന്നാണ്. എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. വേദനയുള്ളവർ നിർബന്ധമായി ഈ മുദ്ര ചെയ്താൽ അവർക്ക് നല്ലൊരു ശമനം കിട്ടും. അത് നിങ്ങൾ 2 ദിവസം ചെയ്താൽ പോരാ, നിങ്ങൾ റെഗുലറായിട്ട് 1 മാസം ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ആ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള മുദ്രകളും അതുപോലെ താടാസനം പോലുള്ള വ്യായാമങ്ങൾ. താടാസനം എന്ന് പറഞ്ഞാൽ നിന്നിട്ടും കിടന്നിട്ടും ചെയ്യാം. ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. ബോഡി കൈകാലുകൾ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുന്ന ഒരു എക്സസൈസാണ്. ഇതൊക്കെ നമ്മുടെ സന്ധികൾക്കൊരു വഴക്കം കിട്ടാനും, ഈ നമ്മൾ പെട്ടെന്ന് ഇരുന്നിട്ട് എണീക്കുമ്പോൾ നടുവേദന, അതുപോലെ കാൽമുട്ടിന് വേദന, ഉപ്പുറ്റി വേദന, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടല്ലോ നിരവധി പേർക്ക്. അപ്പോൾ അതൊക്കെ മാറാൻ ഈ സന്ധി മുദ്ര ചെയ്യുക. ഈ സന്ധി മുദ്ര എന്ന് പറഞ്ഞാൽ നമ്മൾ 2 കൈയിലും 2 മുദ്രയാണ് ഇതിൽ ചെയ്യുന്നത്. നമ്മൾ വലത് കൈയിൽ പൃഥ്വിമുദ്ര പിടിക്കുന്നു, ഇടത് കൈയിൽ ആകാശമുദ്ര പിടിക്കുന്നു. അത് നിങ്ങൾക്ക് മാറി തിരിച്ചും ചെയ്യാം. ഈ 2 മുദ്രയുടെയും കൂടെ കോമ്പിനേഷനാണ് സന്ധി മുദ്ര എന്ന് പറയുന്നത്. ആകാശമുദ്ര ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലെ ആകാശതത്വം വർദ്ധിക്കുന്നു. അത് നമ്മുടെ സന്ധികൾക്കൊക്കെ ഒരു കൂടുതൽ വഴക്കം നൽകുന്നു. അതുപോലെ പൃഥ്വിമുദ്ര ചെയ്യുമ്പോൾ നമുക്ക് ശരീരബലം വർദ്ധിക്കുന്നുണ്ട്. അപ്പം പലരും ചോദിക്കും, ഈ ഒരു മുദ്ര ചെയ്താൽ ഇങ്ങനെയൊക്കെ മാറ്റം വരുമെന്ന് ഉള്ള സംശയം ഉള്ള ആൾക്കാരും ഉണ്ട്. പക്ഷേ നമുക്ക് അറിയാം, നമ്മുടെ ഭാരതീയ ദർശനങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഒരു ലാബിലോ അല്ലാതെ ഒരു സയൻസ് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നുമല്ല. ഓരോ യോഗികൾക്ക്, ആചാര്യന്മാർക്ക് അവർക്ക് ദർശനങ്ങളിലൂടെ കിട്ടുന്ന കാര്യങ്ങളാണ് നമുക്ക് വരും തലമുറകൾക്ക് വേണ്ടി നമ്മൾ പാസ് ചെയ്ത് പിന്നീട് അത് റിട്ടേൺ ആയിട്ടൊക്കെ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്. നമുക്ക് നഗ്നനേത്രം കൊണ്ട് കണ്ട് വിശ്വസിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിലുണ്ട്. അപ്പം നമ്മുടെ ആചാര്യന്മാർ, ഋഷികൾ ഒക്കെ അവരുടെ ധ്യാനത്തിലൂടെ അവർക്ക് ദർശനങ്ങളായിട്ടുള്ള ലഭിച്ച അറിവുകളാണ്, അവർക്ക് അനുഭവിച്ചറിഞ്ഞ സത്യങ്ങളാണ് നമുക്ക് വേണ്ടി ഇത് പാസ് ചെയ്യുന്നത്. മുദ്രാ സയൻസ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് തെറാപ്പിയാണ്. അതിനു മുമ്പ് മുദ്രയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുദ്രാ വീഡിയോസിൽ നമ്മുടെ ശരീരം, ഈ പ്രപഞ്ചവും എല്ലാ ജീവജാലങ്ങളും എല്ലാം പഞ്ചഭൂത നിർബന്ധമാണ്. പഞ്ചഭൂതങ്ങൾ നിങ്ങൾക്കറിയാമായിരിക്കും. അഗ്നി, വായു, ആകാശം, ഭൂമി, ജലം, ഈ 5 തത്വങ്ങളാണ് പറയുന്നത്. അപ്പം നമ്മുടെ ബോഡിയിൽ ഇതിൻ്റെ അനുപാതം ശരിയാകാതെ വരുമ്പോഴാണ് നമുക്ക് ഓരോരോ രോഗങ്ങളുണ്ടാകുന്നത്. അപ്പം ചില മുദ്രകൾ, അതായത് നമ്മുടെ കൈവിരലുകൾ ചില പ്രത്യേക രീതിയിൽ യോജിപ്പിക്കുമ്പോൾ ഈ അസന്തുലിതാവസ്ഥ പരിഹരിച്ച് ഈ അസുഖങ്ങളിൽ നിന്ന് നമുക്കൊരു മോചനം ലഭിക്കുന്നുവെന്നാണ് മുദ്രാ സയൻസ് പറയുന്നത്. അപ്പം എങ്ങനെയാണ് സന്ധി മുദ്ര ചെയ്യുന്നതെന്ന് പറയാം. വലത് കൈയിൽ പൃഥ്വിമുദ്ര പിടിക്കാം. പൃഥ്വി എന്ന് പറയുന്ന ഭൂമി തത്വത്തെ സൂചിപ്പിക്കുന്നത് ഈ വിരലാണ്, മോതിര വിരലാണ്. അതും നമ്മുടെ തള്ളവിരൽ, അഗ്നിയെ സൂചിപ്പിക്കുന്ന തള്ളവിരലും തമ്മിൽ യോജിപ്പിക്കുന്നു. ഇതാണ് പൃഥ്വിമുദ്ര. ഓക്കെ, അത് വലത് കൈയിൽ നമ്മൾ പൃഥ്വിമുദ്ര പിടിക്കുന്നു. ഇടത് കൈയിൽ ആകാശമുദ്ര പിടിക്കുന്നു. ആകാശമുദ്ര ആകാശ തത്വത്തെ സൂചിപ്പിക്കുന്ന, സ്പേസ് എലമെന്റിനെ സൂചിപ്പിക്കുന്നത് മിഡിൽ ഫിംഗറാണ്. മിഡിൽ ഫിംഗറും തള്ളവിരലും കൂടെ തമ്പും കൂടെ നമ്മൾ യോജിപ്പിക്കുന്നു. ഇതാണ് ആകാശമുദ്ര, ഇത് പൃഥ്വിമുദ്ര. ഈ 2 മുദ്രകളും ഒരേ സമയം നമ്മൾ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇതിപ്പോൾ നിങ്ങൾ മെഡിറ്റേഷനിലിരിക്കുന്ന സമയത്ത്, അതായത് നിങ്ങൾ യോഗ എല്ലാ ദിവസവും ചെയ്യുന്ന ആളാണെങ്കിൽ യോഗയ്ക്ക് ശേഷം നമ്മൾ
ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ മുദ്ര വേണമെങ്കിൽ ഇരുന്ന് ഈ മുദ്രയിൽ മെഡിറ്റേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ രാത്രി കിടക്കുമ്പോഴോ ഒക്കെ ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ നേരെ കിടന്നിട്ട് ഈ മുദ്ര 2 കൈയിൽ ഈ മുദ്ര പിടിച്ച് കിടക്കുക. അതല്ലെങ്കിൽ യാത്ര പോകുന്ന സമയത്ത് വണ്ടിയിലിരുന്നിട്ട് ഈ മുദ്ര നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ എപ്പോൾ വേണേൽ ചെയ്യാം. എന്തായാലും നിങ്ങൾ 15 മിനിറ്റ് നേരം 3 തവണയായിട്ട് ചെയ്യുക. 45 മിനിറ്റ്സ് ഒന്നും ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയല്ല. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഓർക്കുമ്പോഴൊക്കെ ഈ മുദ്ര അങ്ങ് പിടിക്കുക. ഓക്കെ, 5 മിനിറ്റ് നിങ്ങൾക്ക് ഇപ്പം ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുവാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഈ മുദ്ര ചെയ്യുക. അപ്പം ഈ ടോട്ടലി ഈ മുദ്ര ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ബോഡിയിലെ വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഒക്കെ ഒരു അനുപാതം സന്തുലിതമാകുന്നു. അങ്ങനെ എല്ലുകളുടെയും പേശികളുടെയും സന്ധികളുടെയൊക്കെ ഒരു ആരോഗ്യം വർദ്ധിച്ച് നമ്മുടെ ഈ വേദനകളിൽ നിന്ന് നമുക്കൊരു ശമനം ലഭിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ ദിവസവും ഒന്ന് ചെയ്യുക. 1 മന്ത് ഒന്ന് ചെയ്ത് നോക്കുക. വലിയ ബുദ്ധിമുട്ടില്ല, നമുക്ക് പൈസ മുടക്കില്ല. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പുതിയ അറിവായിരിക്കും പലർക്കും, അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.